ചെക്കന്മാർ 2 ആഴ്ചയായി വൈത്താലി കൂടിയിട്ട് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കണം, ഫിഷ് ഗ്രില്ല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. കുട്ടികളുടെ ഒരു ആഗ്രഹമല്ലേ, നമ്മൾക്കിപ്പോൾ കഴിയുന്ന പോലെയൊക്കെ ചെയ്തു കൊടുക്കാം. പിന്നീട് അവർക്ക് ആ ഒരു ആഗ്രഹങ്ങളൊക്കെ നടത്താൻ പറ്റിയില്ലെങ്കിലും അവരെ പ്രകൃതിയോട് ചേർത്ത് നിർത്തുന്നത് അവരെ മനുഷ്യത്വമുള്ളവരാക്കി വളർത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. ഈ കാലത്ത് പ്രകൃതിയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ കുട്ടികൾക്ക് ജീവജാലങ്ങളുടെയും പരിസ്ഥിതിയുടെയും വില മനസ്സിലാകാതെ പോകും. അത് അവരിലുണ്ടാക്കുന്ന സഹാനുഭൂതിയും കരുതലും കുറയ്ക്കുകയും അവർക്ക് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാനും താങ്കളുടെ വേരുകളുമായി അകന്നു പോകാനും ഇടയാകും. പലർക്കും ഞാൻ പറയുന്നതിന്റെ ആശയങ്ങൾ മനസ്സിലാകലില്ല. വേരുകളെന്ന് വെച്ചാൽ നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം, പ്രകൃതിയോടുള്ള നമ്മുടെ സഹജമായ ബന്ധം എന്നിവയിൽ നിന്നൊക്കെ നമ്മൾ അകന്നു പോകുന്നതിനെയാണ്. പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ആ അടിത്തറയും തിരിച്ചറിവും ഇല്ലാത്തൊരവസ്ഥ. ഇത്രവട്ടൊന്ന് കുളഞ്ഞു ഇത്രവട്ടൊന്ന് കുളഞ്ഞു അപ്പൊ ഞങ്ങളോ ഇവിടെ വന്ന് കിളിയോണ്ട് ഇവിടെ ആരും കാണ്ടി ഇവിടെ ഒഴുക്ക് കണ്ടി നല്ല ഒഴുക്കുള്ളത് ആ കണ്ടി അവിടെ ഫോണിന്റെ പോക്ക് നോക്ക് കണ്ടാലോ. ആ ഇത് ഒലിപ്പ് കണ്ടി നല്ല പോക്ക് പോകും അങ്ങി ഫോണിന്റെ കണ്ടി വേണ്ട കിളിയോണ്ട ഫോണിന്റെ നാങ്ങ ഇവിടെ എളിഞ്ഞത് നാക്ക് നല്ല പിടിയുണ്ട്, നല്ല പോക്ക് പോകണ്ട അല്ലെങ്കിൽ പിടിച്ചാക്കിട്ട് അത് ആ ഫോണിന്റെ സ്പീഡ് കണ്ടി അവിടെ നാ ഇവിടെ എത്ര വട്ടം ഇളിഞ്ഞ സ്ഥലമാണെന്നറിയാം. തേങ്ങ ഇട്ടാ ഫോനെ ഫോക്ക് നോക്കിക്കോ അങ്ങനെ പോങ്ങ. അതെ അയ്യോ ആ ഫോണിന്റെ ഈനടി ഞാൻ പച്ചിനാന് ഇലത്ത് നടന്ന് പേടിക്കോണു ടാൻ അടിക്കോണു മനസ്സിലാ കറുക്കലാണ് ഏറ്റവും നല്ലത്. അതല്ലേ നോക്ക് ഇത്ര വയസ്സായിട്ട് നിങ്ങളെക്കാളും സ്റ്റാമിന കൂടി നടക്കണേഞ്ഞു. ആ മണ്ണിലേക്കും മരങ്ങളിലേക്കും നോക്കാതെ വളരുന്ന ഒരു തലമുറ ജീവനില്ലാത്ത യന്ത്രങ്ങളെ പോലെയാകാം. പ്രകൃതിയുടെ സ്പന്ദനങ്ങൾ അറിയാത്ത കുഞ്ഞുങ്ങളുടെ ഉള്ളിലെ നന്മയും സഹാനുഭൂതിയും പറ്റിയെന്ന് വരാം. പ്രശ്നം അങ്ങനെ എത്ര വീൽ കൊണ്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ചെറിയ വിരലുകളെ മണ്ണിൽ തൊടാനും പൂക്കളുടെ സുഗന്ധം അറിയാനും പച്ചപ്പിന്റെ തണലിൽ കളിക്കാനും അനുവദിക്കുക. കുടിച്ചു തീർത്ത് പയ്യെ ഞങ്ങൾ അതിനെ കടക്കൊന്നും പറ്റരുതേ. ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ കണ്ട ആളുകൾ ഒരു റോസാപ്പൂവോ അല്ലെങ്കിൽ ഞാൻ ഇതുവരെയും കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്നോട് പലരും പറയുന്നതാണ് വീഡിയോ ലെങ്ത് കൂടി പോകുന്നുണ്ടെന്നൊക്കെ. ഞാൻ പറഞ്ഞ നിങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ഇടുന്നത്, അത് കാണുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ ഫ്രെയിമും ഓരോ ഷോട്ടും എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കുന്നു എന്ന് മാത്രം. തണ്ണിയില്ലാത്തതാണ് മെല്ലെ ഫോട്ടോ ഇല്ല മെല്ലെ കാറ്റുള്ളതാണ് നോക്കിക്കോണേ. ബാലൻസ് ചെയ്ത് ഇന്നോ കാറ്റുള്ളതാണ് ബാലൻസ് ചെയ്ത് അല്ല മതിയായാലും ഇനി കുളിച്ച് അല്ലെ ചോറും മാറ്റും കടക്കുളിപ്പാൻ പാടില്ലല്ലോ. ബോഡി തണുത്ത് കഴിഞ്ഞാൽ നമ്മളെ ദഹന പ്രക്രിയ ദഹിക്കാം. ആ ബാബാ ഏറ് ചോറ് കഴിച്ചൊരു അരമണിക്കൂർ കഴിയായേ കുളിപ്പാൻ പാടില്ലേ. ഇത് അരമണിക്കൂർ അങ്ങനെ കഴിയണം. ഏറി വാ എടുത്തെടുത്ത് മതി. ഓ